ഹലോ, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ നല്ല പ്രോൺസ് ടെമ്പൂറ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ ടെമ്പൂറയ്ക്കുള്ള ബാറ്റർ ആദ്യം നമുക്ക് ഉണ്ടാക്കാം. ഒരു പാനിൽ ഞാനിപ്പോൾ 1 കപ്പ് മൈദ, പിന്നെ അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ. അത് നല്ലൊരു മൊരിഞ്ഞൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ സോസിന് ഉപ്പ് കൂട്ടിയാണ് കഴിക്കുന്നത്, അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം. ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കതിനെ നന്നായിട്ട് വിസ്ക് ചെയ്ത് യോജിപ്പിച്ച് അതിൻ്റെ ലംസ് ഒന്നും ഇല്ലാതെ നമുക്കതിനെ മിക്സ് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം, അത് ഐസ് വാട്ടർ വേണം യൂസ് ചെയ്യാനായിട്ട്. നല്ല ഐസ് കോൾഡ് വാട്ടർ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് അതിനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഐസ് വാട്ടർ എടുത്തു. കുറേശ്ശെ യോജിപ്പിക്കണം. അത് ഒത്തിരി അങ്ങ് തിന്നാവരുത്. ബാറ്റർ കുറച്ച് തിക്കായിരിക്കണം, എന്നാലേ ആ ചെമ്മീനിൽ അതെല്ലാം കൂട്ട് ചെയ്ത് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ആ ബാറ്റർ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ള കറക്റ്റ് കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അത് കുറച്ച് സമയം എടുക്കും. ആ ലംസൊക്കെ പോയി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ലംസൊക്കെ പോയി നല്ല ബാറ്ററൊക്കെ നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് സെസമി സീഡ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഈ തിക്നെസ് മതി. നമുക്ക് ഇനി ഇതിനകത്ത് ഉപ്പൊക്കെ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ചെമ്മീൻ നമ്മൾ മൈദയിൽ മുക്കിയിട്ട് ഈ ബാറ്ററിൽ മുക്കി വേണം എണ്ണയിലോട്ടിട്ട് വറുത്ത് കൊടുക്കാനായിട്ട്. പക്ഷേ ഈ ബാറ്റർ ഇങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനകത്ത് മുക്കി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്നൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. ഇപ്പോൾ ടെമ്പൂറ ഉണ്ടാക്കാനായിട്ട് ചെമ്മീൻ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനെ ചെറുതായിട്ട് കത്തി വെച്ചിട്ടൊന്ന് ഫുൾ മുറിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്യണം. അത് വിട്ടു പോകരുത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ലെങ്തി ആയിട്ട് കിട്ടും. അങ്ങനെ നമുക്കിതിപ്പോൾ എനിക്ക് റെഡിയായിട്ട് ഇങ്ങനെ ടെമ്പൂറയ്ക്ക് ഉണ്ടാക്കാനുള്ള ചെമ്മീൻ കിട്ടിയതാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ അതിൽ ഓരോ ചെമ്മീൻ എടുത്തിട്ട് നമ്മൾ കുറച്ച് മൈദയിൽ ഫുൾ എല്ലായിടും കോട്ട് ചെയ്യുന്ന വിധത്തിൽ ഫസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ബാറ്ററിൽ മുക്കി എണ്ണയിൽ വറക്കാനായിട്ട്. ഇപ്പോൾ പാനിൽ നമ്മൾ ഒഴിച്ച് വെച്ച എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലവർ, അതായത് മൈദ കോട്ട് ചെയ്ത ചെമ്മീൻ നമ്മൾ ആ ബാറ്ററിൽ മുക്കിയിട്ട് ആ ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് ചൂട് എണ്ണയിൽ വറുത്ത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് വെന്തോളും. നമ്മൾ ചെമ്മീൻ നല്ല തിന്നായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ട് നല്ല ഹൈ ഹീറ്റിലും ആ മാവ് അധികം കോട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടിക്കോളും. അപ്പോൾ 2 സൈഡും നല്ല ബ്രൗൺ ആവുന്നവരെ നമുക്കതിനെ ഒരു 3-4 ബാച്ചായിട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് 2 സൈഡും ബ്രൗൺ ആവുന്നവരെ വറുത്തെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ്റെ ഒരു സൈഡ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് നോക്കുകയാണ്. 2 സൈഡും എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോഴേക്കും നമ്മുടെ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കതിനെ ഫ്രൈ ചെയ്ത് മാറ്റാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ടെമ്പൂറ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാനൊരു സ്ട്രെയിനറിൽ എടുത്തിട്ട് നമുക്കതിനെ ഒരു ടിഷ്യൂ പേപ്പർ ഒരു പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ ഓയിൽ ഉണ്ടെങ്കിലൊക്കെ അത് വലിച്ചെടുത്തോളും. എന്നിട്ട് നമുക്ക് അടുത്ത ബാച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ ടെമ്പൂറായും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ സോസ് കൂട്ടി ഇത് സെർവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന പോലെ തന്നെ ടെമ്പൂറ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. അതാണ് തണുത്ത് കഴിഞ്ഞാൽ അത് അത്രയും നല്ലതാവില്ല. അപ്പം എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് പ്രസ് ചെയ്ത് ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യും എല്ലാം ചെയ്തേക്കുമല്ലോ. അപ്പോൾ സോസിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ സോസ് കൂട്ടി നിങ്ങളും ടെമ്പൂറ സെർവ് ചെയ്യും.